നമസ്കാരം. മലയാളി റിപ്പോർട്ടർ ഓസ്ട്രേലിയ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പേർത്തിലെ ഒരു ബണ്ണിങ്സ് കാർ പാർക്കിൽ വെച്ച് ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച 16 വയസ്സുകാരനെ പോലീസ് വെടിവെച്ചു കൊന്നു. വെസ്റ്റേൺ ഓസ്ട്രേലിയ പ്രീമിയർ റിപ്പോർട്ട് പ്രകാരം കുറ്റവാളിയായ കൗമാരക്കാരൻ സാമൂഹ്യ മാധ്യമങ്ങളിലെ തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങൾ പിൻപറ്റുന്നയാളാണെന്നും ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണെന്നും അറിയാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് സംഭവത്തെ അപലപിച്ചു. ഓസ്ട്രേലിയ ഒരു സമാധാനം കാക്ഷിക്കുന്ന രാജ്യമാണെന്നും ഇവിടെ തീവ്രവാദത്തിന് യാതൊരു സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. മെൽബണിലെ ഒരു ഷോപ്പിംഗ് സെന്ററിൽ മണിക്കൂറുകൾക്കുള്ളിൽ 2 നൈഫ് റിലേറ്റഡ് ഇൻസിഡന്റ്സ് റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 12:50 കത്തിയുമായി ഭീതി ജനിപ്പിച്ച 30 വയസ്സുള്ള യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മെൽബണിലെ ടൈലേഴ്സ് ലേക്സിലെ വാട്ടേഴ്സ് ഗാർഡൻ ഷോപ്പിംഗ് സെന്ററിൽ ഒരു ഗ്രോസറി ഷോപ്പിംഗിൽ നിന്നാണ് ഇയാൾ കത്തി മോഷ്ടിച്ചത്. രണ്ടാമത്തെ സംഭവം ഇതേ ഷോപ്പിംഗ് സെന്ററിൽ വൈകിട്ട് 7:30 അരങ്ങേറിയത്. കത്തി വീശിയ ആളുകളെ ഭയപ്പെടുത്തിയ 15-കാരനെ പോലീസ് കീഴ്പ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും